السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, രാവിലെയും വൈകുന്നേരവും പതിവാക്കേണ്ടുന്ന സിക്റുകളുടെ പഠനമാണ് നാം ആരംഭിച്ചത്. അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചില സിക്റുകളിലേക്ക് പ്രവേശിക്കാം. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഖൂലു ഇദാ അസ്ബഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയായാൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിക, നിന്നെ കൊണ്ട് അഥവാ നിന്റെ തൗഫീഖ് കൊണ്ട്, നിന്റെ അനുഗ്രഹം കൊണ്ട്, അസ്ബഹ്ന, ഞങ്ങൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വബിക, നിന്നെ കൊണ്ട് അഥവാ നിന്റെ നാമത്തിൽ, നിന്റെ തൗഫീഖ് കൊണ്ട്, നിന്റെ അനുഗ്രഹം കൊണ്ട്, അംസൈന, ഞങ്ങൾ വൈകുന്നേരത്തിലും പ്രവേശിക്കുന്നു. വബിക നഹ്യ, നിന്റെ തൗഫീഖ് കൊണ്ട്, നിന്റെ തീരുമാനം കൊണ്ട്, നിന്റെ ഉദ്ദേശം കൊണ്ട്, നഹ്യ, ഞങ്ങൾ ജീവിക്കുന്നു. ഈ ഹയാത്തിലേക്ക് ഞങ്ങൾ വന്നത് നിന്റെ തീരുമാനമാണ്. ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നത് നിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ്. കണ്ണിമ വെട്ടുന്ന നേരം പോലും നിന്നിൽ നിന്ന് ധന്യരായി നിൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതാണ് വബിക നഹ്യ. വബിക നമൂതു, നിന്റെ തൗഫീഖ് കൊണ്ടും നിന്റെ തീരുമാനം കൊണ്ടും നിന്റെ നാമത്തിലും നിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലും നമൂതു, ഞങ്ങൾ മരണപ്പെടുന്നു. വ ഇലൈകൻ നുശൂർ, നിന്നിലേക്കാകുന്നു ഒരുമിച്ചു കൂട്ടൽ. നിന്നിലേക്കാകുന്നു ഞങ്ങളുടെ റുജൂ, ഞങ്ങളുടെ മടക്കം, ഞങ്ങളുടെ മസീർ നിന്നിലേക്കാകുന്നു. അപ്പോൾ രാവിലെയായാൽ ഇങ്ങനെ പറയുക, ഇത് നമ്മുടെ അഖീദയെ, നമ്മുടെ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുന്ന കാര്യമാണ്. വൈകുന്നേരമായാലോ, വഇദാ അംസ, വൈകുന്നേരമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖാല അല്ലാഹുമ്മ ബിക അംസൈനാ വബിക നഹ്യ വബിക നമൂതു വഇലൈകൻ നുശൂർ. ഈ റിവായത്തിൽ വൈകുന്നേരമായാൽ അല്ലാഹുമ്മ ബിക അസ്ബഹന എന്നതിനു പകരം അംസൈന, വബിക നഹ്യ വബിക നമൂതു വഇലൈകൻ നുശൂർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഇമാം തിർമിദിയുടെ റിവായത്തിലുള്ളത് വൈകുന്നേരമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന, നിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ രാവിലെയിൽ പ്രവേശിച്ചു, അല്ല വൈകുന്നേരത്തിൽ പ്രവേശിച്ചു. വബിക അസ്ബഹന, നിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലും പ്രവേശിക്കുന്നു. വബിക നഹ്യ വബിക നമൂതു വഇലൈകൻ നുശൂർ, നിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു, നിന്റെ ഖദർ പ്രകാരം, തീരുമാനപ്രകാരം ഞങ്ങൾ മരണപ്പെടുന്നു, നിന്നിലേക്കാകുന്നു ഒരുമിച്ചു കൂട്ടൽ. ഇവിടെ രണ്ടിടങ്ങളിലും, അഥവാ വൈകുന്നേരവും രാവിലെയും, അവിടെയുള്ള വ്യത്യാസം, രാവിലെ ആകുമ്പോൾ അസ്ബഹന എന്നുകൊണ്ട് തുടങ്ങണം, അല്ലാഹുമ്മ ബിക അസ്ബഹന. വൈകുന്നേരമായാൽ അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന. അപ്പോൾ രാവിലെ പറയുമ്പോൾ അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈകൻ നുശൂർ. വൈകുന്നേരമായാൽ അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യ വബിക നമൂതു വഇലൈകൻ നുശൂർ. ഇവിടെ രാവിലെയും വൈകുന്നേരവും പറയുന്നിടത്ത് അവസാനത്തിൽ വഇലൈകൻ നുശൂർ എന്നാണ് പല റിവായത്തുകളിലും ഉള്ളത്. എന്നാൽ ചില റിവായത്തുകളിൽ, ചില ഹദീസുകളിൽ
വന്നിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ ഇങ്ങനെ പറയും: അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യാ വബിക നമൂതു. അവിടെ വ ഇലൈഹിൻ നുശൂർ എന്നില്ല, എന്നാൽ നേരത്തെ വന്ന ഹദീസിലുള്ളത് കൊണ്ട് തന്നെ വ ഇലൈകൻ നുശൂർ എന്ന് അതിൽ അധികരിച്ചു പറയാം. എന്നാൽ വൈകുന്നേരമായാലോ അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹ്യാ വബിക നമൂതു വ ഇലൈകൽ മസീർ. അവിടെ അൽ മസീർ എന്നാണ്. അപ്പോൾ രാവിലെ പറഞ്ഞത് വ ഇലൈകൻ നുശൂർ, വൈകുന്നേരം പറഞ്ഞത് വ ഇലൈകൽ മസീർ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഒരാൾ രാവിലെയുള്ള ദിക്റിൽ വ ഇലൈകൽ മസീർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇമാം തിർമിദിയുടെ റിവായത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പ്രഭാതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും: അല്ലാഹുമ്മ ബിക അസ്ബഹന വബിക അംസൈന വബിക നഹ്യാ വബിക നമൂതു വ ഇലൈകൽ മസീർ. അപ്പോൾ രാവിലെ ചൊല്ലുന്നതിൽ ഇലൈകൻ നുശൂർ എന്നും പറയാം, ഇലൈകൽ മസീർ എന്നും പറയാം. വൈകുന്നേരം ചൊല്ലുന്നതിൽ ഇലൈകൻ നുശൂർ എന്നും പറയാം, ഇലൈകൽ മസീർ എന്നും പറയാം. ഇനി രാവിലെ ചൊല്ലുന്നതിൽ ഇലൈകൻ നുശൂർ എന്നും വൈകുന്നേരം ചൊല്ലുന്നതിൽ ഇലൈകൽ മസീർ എന്നും പറയാം. അത് ഹദീസുകളിൽ ആ നിലക്ക് വന്നിട്ടുണ്ട്. വ്യത്യാസം വന്നാൽ വിരോധമില്ല. ചുരുക്കത്തിൽ ഇതിലൂടെ ഒന്ന്, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരവും അവന്റെ തൗഫീഖ് കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടുമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നും, അത് കഴിഞ്ഞാൽ പിന്നീട് മരണശേഷം അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നുള്ള ചിന്ത ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും നമുക്ക് വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്: വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്, രാവിലെയായാൽ വൈകുന്നേരമാകുമെന്നും നീ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഈ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവേ, നിന്നിലേക്ക് മടങ്ങി വരേണ്ടവരാണ് ഞങ്ങൾ, കർമ്മങ്ങളുടെ രേഖ നിന്റെ മുന്നിലുണ്ടാകും, അതനുസരിച്ച് ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വിമലീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനുമൊക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ദിക്ർ മനസ്സറിഞ്ഞു ചൊല്ലുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു: അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അംസാ ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകുന്നേരമായാൽ ഇങ്ങനെ പറയും: അംസൈനാ വ അംസൽ മുൽകു ലില്ലാഹ്. അംസൈന, ഞങ്ങൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. വ അംസൽ മുൽകു ലില്ലാഹ്, സകല ആധിപത്യവും അള്ളാഹുവിനായിരിക്കുന്നു. ഈ വൈകുന്നേരത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം മുഴുവൻ ആർക്ക് തന്നെയാണ്? അള്ളാഹുവിന് തന്നെയാണ്. അതാരും തട്ടിയെടുക്കുകയില്ല. അള്ളാഹുവിന്റെ ആധിപത്യത്തെ ആരും തട്ടിയെടുക്കുകയില്ല. അവന്റെ ആധിപത്യം നീങ്ങിപ്പോവാത്തതാണ്. അതുകൊണ്ടാണ് മഹാനായ ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ദുആയിലുള്ളത്, അദ്ദേഹം വലിയൊരു സാമ്രാജ്യത്തെ ഭരിച്ച ചക്രവർത്തിയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു: ആധിപത്യം നീങ്ങിപ്പോവാത്ത റബ്ബേ, ആധിപത്യം നീങ്ങിപ്പോകുന്നവനായ എനിക്ക് നീ മാപ്പ് നൽകണേ. കാരണം ദുനിയാവിൽ രാജാധിപത്യവും ഭരണവുമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരിൽ നിന്ന് അത് എടുത്തു കളയും, ചിലർക്ക് അള്ളാഹു നൽകും. എന്നാൽ അള്ളാഹുവിന്റെ ആധിപത്യം എടുത്തു കളയാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒരാൾക്കും സാധ്യമല്ല. അതെന്നെന്നും അള്ളാഹുവിനുള്ളതാണ്. ആ അള്ളാഹുവിന്റെ അടിമകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭരണമാറ്റമില്ല, ആധിപത്യമാറ്റമില്ല. എന്തുകൊണ്ട്? അവരുടെ സൃഷ്ടാവായ അള്ളാഹു എന്നും അവരുടെ സാക്ഷാൽ രാജാവാണ്. അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ജനങ്ങളുടെ രക്ഷിതാവ്, ജനങ്ങളുടെ രാജാവ്, അതാണ് മലിക്കിന്നാസ്. ജനങ്ങളുടെ രാജാവാണ്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനാണ്. അതിനൊരിക്കലും മാറ്റമില്ല. ആ റബ്ബിന്റെ അടിമകൾ എന്നുള്ള നിലക്ക് ഒരു വിശ്വാസി എപ്പോഴും സമാധാനത്തിലായിരിക്കും. കാരണം ആ റബ്ബിന്റെ അടിമകളാണ് നാം എന്ന ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടാകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നു. അപ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ
ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലേക്കാണ് അയാൾ എഴുന്നേൽക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ പരീക്ഷണമുണ്ടാകും, കച്ചവടത്തിൽ പരീക്ഷണമുണ്ടാകും, ജോലി ചെയ്യുന്നിടത്ത് പരീക്ഷണമുണ്ടാകും. ഓരോ മേഖലയിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പലർക്കും പല വിഷമങ്ങളുമാണ്. ഓരോ രാവിലെ ആയാലും ഓരോ വൈകുന്നേരമായാലും പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺ തുറന്നു നോക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് വരുന്ന ഒരു മെസ്സേജ് നമ്മെ ടെൻഷൻ അടിപ്പിക്കുന്നതായിരിക്കും, അല്ലെ? അതുവരെ ചിരിച്ചു നിന്ന ആൾ ആ മെസ്സേജ് വായിച്ചതോടുകൂടി അയാളുടെ മുഖഭാവം മാറി. എന്താണ്? ഒരു പ്രശ്നമാണ് അതിലുള്ളത്. ഒരു ഫോൺ കോൾ വന്നു, ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. അവിടങ്ങളിലൊക്കെ രാവിലെ നമ്മൾ ഇത് ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, റഹ്മാനായ റബ്ബ്, എന്റെ മാലിക്കായ, എന്റെ മലിക്കായ എന്റെ റബ്ബ്, ആ റബ്ബ് കൂടെയുണ്ട്. അള്ളാഹുവിന്റെ ആധിപത്യം നീങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. എന്റെ ഏത് പ്രതിസന്ധിയിലും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ഒരു സമാധാനം വൈകുന്നേരമായാലും രാവിലെ ആയാലും ഇത് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരം ദിക്റുകളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹ്, മുൽക്ക് ആധിപത്യം മുഴുവൻ അള്ളാഹുവിനായിരിക്കുന്നു. വൽഹംദുലില്ലാഹ്, അതുകൊണ്ട് തന്നെ ഉടനെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. അവന്റെ ആധിപത്യം നീങ്ങിപ്പോവുകയില്ല. പിന്നെ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു, എല്ലാ ആധിപത്യവും അവനാണ്. വലഹുൽ ഹംദു, സകല സ്തുതികളും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വം, അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ പരിപൂർണ ആശയമാണ് ബാക്കി വരുന്ന അൽഫാദുകളിലുള്ളത്. അള്ളാഹുവിന് ഒരു നിലക്കും പങ്കുകാരില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മായിലോ സിഫാത്തിലോ അള്ളാഹുവിന് പങ്കുകാരേ ഇല്ല. സകല മുൽക്കും ആധിപത്യവും അവനാണ്, സകല സ്തുതികളും അവനാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതിങ്ങനെ നാം നമ്മുടെ ഹൃദയത്തിൽ ഓരോ രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ചു പറയുമ്പോൾ കറകളഞ്ഞ മുവഹിദുകൾക്കത് ശക്തിയുടെ മേൽ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, സമാധാനത്തിന്റെ മേൽ സമാധാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ പാടി പുകഴ്ത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ കാര്യം റബ്ബിനോട് രാവിലെ തന്നെ, അതേപോലെ തന്നെ വൈകുന്നേരം, ഓരോ രാവിലെയും ഓരോ വൈകുന്നേരവും നമ്മൾ പറയണം. എന്താ പറയുന്നത്? റബ്ബി, എന്റെ രക്ഷിതാവേ, എന്റെ രക്ഷിതാവേ. ആ വിളിയിൽ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ദുആ ആരംഭിക്കുന്നത് റബ്ബ് എന്ന അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ടാണ്. കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ റുബൂബിയത്തിന്റെ അഖിലുകാരൻ, റുബൂബിയത്തിന്റെ ഉടമസ്ഥൻ, സൃഷ്ടികളെ സൃഷ്ടിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്നവൻ. കാരണം അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ ഇറാദത്ത് കൊണ്ട് മാത്രം ഉണ്ടായതാണ് ആര്? സൃഷ്ടികൾ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അല്ലാഹു ഉദ്ദേശിക്കുകയും ഉണ്ടാവാൻ വേണ്ടി പറയുകയും ചെയ്തപ്പോൾ ഉണ്ടായതാണ്. നമുക്ക് വേറെ അസ്തിത്വമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വകയായിട്ട് വേറൊരു അസ്തിത്വവും പറയാനില്ല. അല്ലാഹു തീരുമാനിച്ചത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വന്നവരാണ് നമ്മൾ. ആ രക്ഷിതാവ് അല്ലാതെ വേറെ ആർക്കാണ് നമ്മെ സഹായിക്കാൻ കഴിയുക? ആ റബ്ബിനല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ ആർക്ക് കഴിയും? ആ റബ്ബിന്റെ തീരുമാനത്തിലല്ലേ നമ്മൾ ഇവിടെ വന്നത്. ആ റബ്ബല്ലേ നമ്മുടെ യഥാർത്ഥ അസ്സയ്യിദ്, അസ്സയ്യിദുല്ലാഹ്. അവനല്ലേ അസ്സമദ്. പടച്ച റബ്ബിനോട് പറയുന്നെ. അതുകൊണ്ടാണ് ആ റബ്ബി എന്ന് വിളിക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവണം. എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എന്നെ രക്ഷിക്കാമെന്ന് ഏറ്റവനെ എന്നാണ് ആ പറയുന്നത്. എന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞവനെ. റബ്ബി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിലെ എല്ലാ ഖൈറുകളും. കാരണം ഇത് വൈകുന്നേരമാണ് പറയുന്നത്, മഗ്രിബിന്റെ മുമ്പ്. കാരണം മഗ്രിബോട് കൂടി രാത്രി തുടങ്ങാണ്. അപ്പൊ രാത്രി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാത്രിയുടെ നന്മകളെ ചോദിക്കാണ്. റബ്ബി അസ്അലുക ഖൈറ ഹാദിഹിൽ ലൈല, ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിലുള്ള എല്ലാ ഖൈറാത്തുകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതിൽ 2 ഖൈറാത്തുകളാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിലൊന്ന് ഖൈറുദ്ദുനിയ, 2 വഖൈറുദ്ദീൻ.
ഒന്ന് ദുനിയാവിന്റെ ഖൈർ, മറ്റൊന്ന് ദീനിന്റെ ഖൈർ. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രിയിലെ മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ, ഇശാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ, അതിനിടയിലുള്ള ദിക്റുകൾ ദുആകളൊക്കെ ചൊല്ലാൻ, രാത്രിയിൽ ചൊല്ലേണ്ട അദ്കാറുകൾ ചൊല്ലാൻ, രാത്രിയിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ. ഇതൊക്കെയാണ് രാത്രിയുടെ ഖൈറാത്തുകൾ. ദീനുമായി ബന്ധപ്പെട്ട് രാത്രിയുടെ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട നമസ്കാരങ്ങളും തഹജ്ജുദ് നമസ്കാരം, ഖുർആനിന്റെ പാരായണം, ദിക്റുകൾ, മറ്റു നന്മകളാണ്. ഈ നന്മകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖിനെ തരണമേ എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തത്, ഈ രാത്രിയിൽ നീ വിധിക്കാൻ പോകുന്ന ഓരോ ദിവസവും ഓരോ രാത്രിയിലും അള്ളാഹു ഓരോ കാര്യങ്ങൾ വിധിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ഓരോ കാര്യത്തിലാണ്. അപ്പൊ നമുക്ക് അള്ളാഹു എന്തൊക്കെയാണോ വിധിക്കാൻ പോകുന്നത്, കച്ചവടത്തിൽ, നമ്മുടെ ജോലിയിൽ, നാളെ ഒരുപക്ഷെ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. എന്താണത്? നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഉയർച്ച തന്നിരിക്കുന്നു, കുറച്ചുകൂടി സാലറി കൂട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണസ് ഇത്ര വന്നിരിക്കുന്നു. നോക്കൂ, ആ രാത്രിയിൽ അള്ളാഹു ഖദറാക്കിയത്. ഒരു വേള ആ മനുഷ്യൻ ആ രാത്രിയിൽ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടാകും, അള്ളാഹുവേ, ഞാൻ ഇന്നെന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കളെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ റഹ്മാനായ റബ്ബെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പടച്ച റബ്ബെ, നീ എന്നെ സഹായിക്കണേ ആ വിഷയത്തിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം കിടന്നത്. രാവിലെ ആകുമ്പോഴേക്ക് ആ വിഷയത്തിൽ അള്ളാഹു ഒരു സമാധാനം നൽകുകയാണ്. ഇങ്ങനെ റഹ്മാനായ റബ്ബ് രാത്രിയിൽ നമുക്ക് ഒരുപാട് ഖൈറാത്തുകൾ തീരുമാനിക്കും. റബ്ബെ, അതൊക്കെ നീ എനിക്ക് തീരുമാനിക്കണം, ആ ഖൈറുകളൊക്കെ നീ എനിക്ക് നൽകണേ. ഇന്നത്തെ രാവിന്റെ നന്മകളെല്ലാം നാഥ നീ എനിക്ക് നൽകണമേ. തീർന്നില്ല, വഖൈറ മാ ബഅദഹ, ഇതിന് ശേഷമുള്ള രാത്രികളുടെ നന്മകളും. എന്ന് പറയാൻ ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു വൈകുന്നേരത്തിൽ ഇത് ചൊല്ലാൻ വിട്ടുപോയാൽ പോലും നമ്മൾ ചൊല്ലുന്ന ദിവസം അതിനുശേഷമുള്ള എല്ലാ രാത്രികളെ കുറിച്ചും തേടുന്നുണ്ട്. വഖൈറ മാ ബഅദഹ, ഈ രാത്രിക്ക് ശേഷം ഇനി വരുന്ന രാത്രികളിലെയും ഖൈറാത്തുകളെ നീ എനിക്ക് നൽകണമേ. അതേപോലെ തന്നെ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയുടെ എല്ലാ ഷർറുകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്താണ് ആ രാത്രിയുടെ ഷർറ്? നേരത്തെ പറഞ്ഞതുപോലെ ദീനുൽ ഇസ്ലാം വിലക്കിയ ഹറാമുകളൊന്നും ഈ രാത്രിയിൽ ഞാൻ ചെയ്യരുത്. അതേപോലെ തന്നെ നിനക്ക് നൽകേണ്ടുന്ന ആരാധനകളിൽ വീഴ്ച വരുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. കുടുംബത്തോടോ മക്കളോടോ നാട്ടുകാരോടോ മറ്റു വിഷയങ്ങളിലോ ഒരു ദുൽമ ഞാൻ ചെയ്യരുത്, ആരോടും ഒരു അനീതി കാണിക്കരുത്. അങ്ങനെ ഒരിക്കലും ഈ രാത്രിയിൽ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ റബ്ബേ. ദീനി രംഗത്ത് ഒരു ഫസാദ് ഉണ്ടാവരുതേ റബ്ബേ. എത്രയെത്ര ആളുകളുടെ ആദർശമാണ് ഒറ്റ രാത്രി കൊണ്ട് മാറിപ്പോയത്. ഒറ്റ രാത്രി കൊണ്ട് ഇന്നലെ വരെ മുസ്ലിമായ ഒരാള് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറയാണ് ഞാൻ യുക്തിവാദിയായിരിക്കും. വലിയ അപകടമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാലഘട്ടം വരും. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബീഉ ദീനഹു ലിഅർദിൻ മിനദ് ദുനിയ. രാവിലെ മുസ്ലിമായ ഒരാൾ വൈകുന്നേരം ആകുമ്പോൾ കാഫിറാകും. വൈകുന്നേരം മുഅ്മിനായ ഒരാൾ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറാകും. തന്റെ ദീനിനെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അയാൾ വിൽപ്പന നടത്തുന്നതാണ്. കാരണം രാത്രിയിൽ ഒരു ഫോൺ കോൾ, നിങ്ങൾക്ക് ഇന്നെന്ന സ്ഥാനങ്ങളൊക്കെ തരാം, ഇന്നലെ വരെ പറഞ്ഞൊന്ന് മാറ്റി പറഞ്ഞാൽ മതി, ശരി, ശമ്പളത്തിൽ വർധനവ്, നല്ല ജോലി, സ്കൂളിൽ മാസ്റ്റാക്കാം, ഓഫീസിൽ ഓഫീസറാക്കാം, ഇന്നലെ വരെ പറഞ്ഞ ആദർശം മാറ്റണം, ആയത്തുകളൊക്കെ ഒന്ന് ദുർവ്യാഖ്യാനിച്ച് സഹകരിക്കണം, ഹദീസുകളൊക്കെ ഒന്ന് നിഷേധിച്ച് സഹകരിക്കണം. അയാൾ അംഗീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കാൻ. ദുനിയാവിലെ പൈസ കിട്ടാൻ വേണ്ടി ദീനിനെ വിൽക്കുന്ന ആളുകൾ വരികയും ആദർശത്തെ കളഞ്ഞു വിളിക്കുകയും ചെയ്യും. വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയിൽ അങ്ങനെയൊന്നും സംഭവിക്കരുതേ റബ്ബേ. അതുപോലെ അള്ളാഹു ഖദറാക്കുന്ന മറ്റ് കാര്യങ്ങൾ, നമ്മളുടെ ഇഖ്തിയാർ ഇല്ലാതെ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന എത്രയെത്ര ആളുകളാണ് രാവിലെ ആകുമ്പോഴേക്ക് കൊഴിഞ്ഞു പോയിട്ടുള്ളത്, എഴുന്നേക്കാൻ പറ്റുന്നില്ല. പല രോഗങ്ങളും, ഇന്നലെ വരെ ഇല്ലാത്ത രോഗങ്ങൾ, ഇന്നലെ വരെ ഇല്ലാത്ത മുസീബത്തുകൾ കുടുംബത്തിൽ, കച്ചവടത്തിൽ, എല്ലാറ്റിലും സംഭവിക്കാം. പടച്ച റബ്ബിൽ അഭയം തേടുകയല്ലാതെ ലഈഫുകളായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ആതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഫഖീറുകളാണ്, പരമദരിദ്രന്മാരാണ്. അള്ളാഹുവിന്റെ ഒരു ഖദർ വരുമ്പോഴേക്കും മനുഷ്യൻ തകർന്ന് തരിപ്പണമായി, ആർക്കും അയാളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പടച്ച റബ്ബിനോട് പറയണം, എല്ലാ ദിവസവും ദുആ ചെയ്യണം.
വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹാ. ഇതിന് ശേഷമുള്ള രാത്രികളിലും അല്ലാഹുവേ അത്തരം ഷർറുകളൊന്നും ജീവിതത്തിൽ വരരുതേ റബ്ബേ. പിന്നെ ദുആ ചെയ്യുന്നത് എല്ലാ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റാണത്, അതേപോലെ തന്നെ ദുആ ആണത്. എന്താണ്? റബ്ബി അഊദു ബിക മിനൽ കസൽ. പടച്ച റബ്ബേ, മടിയിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഒരാൾ മടിയനായാൽ ഒരുപാട് ഖൈറുകൾ അയാൾക്ക് തടയപ്പെടും. അലസത, മടി എന്നുള്ളത് ഇബ്ലീസിൽ നിന്നും പിന്നെ അയാളുടെ നഫ്സിൽ നിന്നുമാണ്. അലസത മനുഷ്യനെ പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് തടയും. ഒരുപാട് അപകടങ്ങൾ അയാൾക്ക് ദീനിലും ദുനിയാവിലും ഉണ്ടാകും. അലസത ഒരിക്കലും പാടില്ല. അലസതയിൽ നിന്ന് നമ്മൾ റബ്ബിനോട് തേടണം. പല ആളുകളും രാവിലെ എഴുന്നേൽക്കും, ഇന്ന് മടിയാണ്, ഇന്ന് ഞാൻ പോണില്ല, ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. സത്യത്തിൽ ആ ദിവസം അയാളത് ചെയ്തു തീർത്തിരുന്നെങ്കിൽ അയാൾക്ക് വേറൊരുപാട് ഖൈറുകൾ തേടാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നേടാൻ പറ്റുമായിരുന്നു ഒരുപാട് വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അതങ്ങ് പ്രാർത്ഥിക്കുക, പടച്ച റബ്ബേ എന്നെ നീ മടിയനാക്കല്ലേ റബ്ബേ. എന്നിട്ട് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുക. അതേപോലെ തന്നെ വസൂഇൽ കിബരി, മോശമായ വാർദ്ധക്യാവസ്ഥ. വാർദ്ധക്യത്തിൽ നിന്ന് രക്ഷ തേടിയിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശമായ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ മെമ്മറി എല്ലാം നഷ്ടപ്പെട്ട് ദീനും ദുനിയാവും ഒന്നും കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ചില പ്രായം. അത്തരമൊരു പ്രായത്തിലേക്ക് ആളുകൾ മടക്കപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദുആ ചെയ്യൽ ഖൈറാണ്. അതാണ് സൂഉൽ കിബർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. വഅദാബിൻ ഫിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഖബറിൽ ശിക്ഷയുണ്ട്. ഇന്ന അദാബൽ ഖബരി ഹഖ്ഖുൻ, ഖബറിലെ ശിക്ഷ സത്യമാണ്. അത് അമുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഖബറിലെ ശിക്ഷ മുസ്ലിമീങ്ങൾക്കുമുണ്ട്. ഖബറിലെ ശിക്ഷ മുസ്ലിമീങ്ങൾക്കുമുണ്ട്. സ്വർഗത്തിൽ പോകുന്നവർക്കും ഖബർ ശിക്ഷയുണ്ട്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. മരിക്കുന്നതിന് മുമ്പ്, റൂഹിനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഖബറിൽ വെച്ച് ഈ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖബറിൽ വെച്ച് ഖിയാമത്ത് നാൾ വരെ ശിക്ഷിക്കും, എന്നിട്ട് മഹ്ശറിലെത്തിയാൽ ഒന്നെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ വീണ്ടും നരകത്തിൽ പ്രവേശിപ്പിക്കും. ചിലപ്പോൾ ആ ഖബർ ശിക്ഷ കൊണ്ട് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. അപ്പോൾ ശുദ്ധീകരണ പ്രക്രിയ ചിലപ്പോൾ ഖബറിലും മഹ്ശറിലും പിന്നെ നരകത്തിലും ഉണ്ടാകും. അവർക്കാണ് ജഹന്നമീൻ എന്ന് പറയുന്നത്. അവർ നരകത്തിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലാവുന്നതാണ് ഹദീസിൽ വന്നത്. കത്തിക്കരിഞ്ഞ് ചാമ്പലാകും. മലക്കുകളോട് പറയും, അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറയും. അള്ളാഹുവിന് പിന്നീട് അവരോട് റഹ്മത്ത് തോന്നും. കാരണം അവർ മുവഹിദുകളാണ്, തൗഹീദ് ഉള്ളവരാണ്. അപ്പോൾ മലക്കുകൾ ചോദിക്കും അള്ളാഹുവിനോട്, അള്ളാഹുവേ, നീ പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അവരെ പുറത്തെടുക്കാനുള്ള അടയാളം എന്താണ്? കാരണം കത്തിക്കരിഞ്ഞ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, സുജൂദിന്റെ അടയാളം ഉണ്ടാകും. സുജൂദിന്റെ അടയാളം നരകം തിന്നുകയില്ല, അത് മാത്രം ബാക്കിയാകും. അപ്പോൾ തൗഹീദുള്ള സുജൂദിന്റെ അടയാളം ഉണ്ടാവണമെങ്കിൽ ആ വ്യക്തി ആരായിരിക്കണം? നമസ്കരിക്കുന്ന ആളാവണ്ടേ? നമസ്കരിച്ചാലല്ലേ സുജൂദിന്റെ അടയാളം ഉണ്ടാകും. അപ്പോൾ തൗഹീദുള്ള നമസ്കരിച്ച ആളാണ് ഈ നരകത്തിൽ കരിഞ്ഞു ചാമ്പലായിട്ടുള്ളത്. മഅദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മോട് റഹ്മത്ത് കാണിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നരകത്തിലെ ശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും എല്ലാ രാവിലെയും വൈകുന്നേരവും പടച്ചറബ്ബിനോട് തേടണം. പടച്ചറബ്ബ് നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ താങ്ങാൻ നമുക്ക് കഴിയില്ല. ലാ യുഅദ്ദിബു അദാബഹു അഹദ് എന്നാണ്. അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ വേറെ ആരും ശിക്ഷിക്കൂല എന്നാണ്. കഠിനമായ ശിക്ഷയാണ്. ഇന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്, പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായ ശിക്ഷയുമാണ്. നമ്മൾ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യണം. ഇത് വൈകുന്നേരമാണെങ്കിൽ, പ്രഭാതത്തിലാണെങ്കിൽ വൈദാ അസ്ബഹ ഖാല ദാലിക അയ്ളൻ. പ്രഭാതത്തിലും പറഞ്ഞു. അപ്പോൾ വേർഡ്സിൽ വ്യത്യാസമുണ്ട്. എന്താണ്? അംസൈന എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി എന്നാണ്. അതിന് പകരം സുബൈക്കാണെങ്കിൽ, രാവിലെ ആണെങ്കിൽ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്. അതേപോലെ തന്നെ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല എന്നതിന് പകരം മാ ഫീ ഹാദൽ യൗം. ലൈലക്ക് പകരം മാ ഫീ ഹാദൽ യൗം വ ഖൈറ മാ ബഅദഹു. അതേപോലെ തന്നെ വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗം വ ശർരി മാ ബഅദഹു.
അപ്പൊ ലൈലത്ത് എന്നുള്ളതിന് യൗമ് എന്ന് മാറ്റണം, അംസൈന എന്നുള്ളത് അസ്ബഹന എന്നാക്കണം. അതാണ് വ്യത്യാസം. ഇതിലെ കണ്ടന്റുകളൊക്കെ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അർത്ഥവും വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രഭാത പ്രദോഷങ്ങളിൽ ഈ ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.